നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് തേർഡ് മോഡ്യൂൾ ആണല്ലേ, അതായത് വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് അഥവാ സാനിറ്ററി എഞ്ചിനീയറിംഗ്. അപ്പോൾ അതിലെ സീവർ എങ്ങനെ നമുക്ക് ലേ ചെയ്യാം, അതായത് വേസ്റ്റ് വാട്ടർ ക്യാരി ചെയ്യുന്ന പൈപ്പ്, അതിനെയാണ് സീവർ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പൊ ആ ഒരു സീവർ നമുക്ക് എങ്ങനെ ഭൂമിയുടെ അടിയിൽ നമുക്ക് ഓറിയന്റ് ചെയ്യാം എന്നുള്ളതിന്റെ സ്റ്റെപ്സ് ആണ്, പ്രൊസീജിയർ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് അല്ലേ. ആദ്യം എന്തൊക്കെയായിരുന്നു? ആദ്യം സെറ്റിംഗ് ഔട്ട് അല്ലെ. സെറ്റിംഗ് ഔട്ട് എന്ന് പറയുമ്പോൾ ഏതിലൂടെയാണോ ആ ഒരു പൈപ്പ് പോവേണ്ടത് അവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക, പെഗ് വെച്ചിട്ട് അല്ലെ. ഒരു 30 മീറ്റർ ഇന്റർവെല്ലില് നമ്മൾ ഓരോ പെഗ് അടിക്കും. ആ പെഗ് വെച്ച് നമ്മൾ മാർക്ക് ചെയ്യും എവിടെയാണ് സീവർ, ഏത് വഴിയിലൂടെയാണ് സീവർ പോവേണ്ടത് എന്ന്. പിന്നെ അതുപോലെ തന്നെ മാൻഹോളിന്റെ ഒക്കെ ലൊക്കേഷൻ മാർക്ക് ചെയ്യും, എവിടെയാണ് ആ ഒരു മാൻഹോളൊക്കെ വരേണ്ടത് എന്നുള്ളതൊക്കെ മാർക്ക് ചെയ്യും. അപ്പൊ അതിനെയാണ് സെറ്റിംഗ് ഔട്ട് എന്ന് വിളിച്ചത് അല്ലെ. പിന്നെ അടുത്ത സ്റ്റെപ്പ് ആയിരുന്നു എന്ത്? അലൈൻമെന്റ് ആൻഡ് ഗ്രേഡിയന്റ്. എങ്ങനെയാണത് അലൈൻ ചെയ്യേണ്ടത്, അതിന്റെ സ്ലോപ്പിനെ കുറിച്ച്. കാരണം നമ്മുടെ ഈ ഒരു പൈപ്പിലൂടെ വെള്ളം ഗ്രാവിറ്റി വഴിയാണ് ഒഴുകേണ്ടത് അല്ലെ. നമ്മളല്ലാതെ പമ്പൊന്നും കൊടുക്കുന്നില്ല. പമ്പ് കൊടുക്കാൻ പോയാൽ അത് എക്കണോമിക്കൽ ആവില്ല, കാരണം ഒരുപാട് ദൂരം നമുക്ക് കൊടുക്കേണ്ട ലൈനാണ്. ചെറിയൊരു സ്ഥലത്തേക്ക് പമ്പ് കൊടുക്കുന്നത് പോലെ ആയിരിക്കില്ല. അപ്പോൾ നമ്മളിത് ഗ്രാവിറ്റി വഴിയാണ് കഴിയുന്നതും ഒഴുക്കി വിടുന്നത്. അപ്പൊ ഗ്രാവിറ്റി വഴി ഒഴുക്കണമെങ്കിൽ ഒരു സ്ലോപ്പിലായിരിക്കണം, ഒരു ചെറിയൊരു സ്ലോപ്പ് നമ്മൾ ആ ഒരു പൈപ്പിന് കൊടുക്കണം, എന്നാലേ വേസ്റ്റ് വാട്ടർ ആ ഒരു പൈപ്പിലൂടെ ഒഴുകും അല്ലേ. അപ്പൊ അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടി ഉള്ളൊരു സ്റ്റെപ്പായിരുന്നു അല്ലേ രണ്ടാമത്തെ. അതിന് നമ്മൾ എന്തൊക്കെ കണ്ടിരുന്നു? 2 ടൂൾസ് ഒക്കെ പരിചയപ്പെട്ടു അല്ലേ. സൈറ്റ് റെയില്, അതുപോലെ ബോണിംഗ് റോഡ്. അങ്ങനെ 2 ടൂൾസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. ഒരു ഹൊറിസോണ്ടലി വെക്കുന്ന ഒരു ഡിവൈസും പിന്നെ വെർട്ടിക്കലി വെക്കുന്ന ബോണിംഗ് റോഡും. അത് സപ്പോർട്ട് ചെയ്യാനും ക്ലാമ്പ് ചെയ്യാനും ഒക്കെ ഉള്ള സ്റ്റാൻഡ്, പിന്നെ അതുപോലെ ആ ഒരു സൈറ്റ് റെയിലിലേക്കുള്ള ഡംബി ലെവലിൽ വെച്ച് റെഡ്യൂസ് ലെവലൊക്കെ നോക്കി, അങ്ങനെയാണ് നമ്മൾ എത്രയാണ് ഒരു പോയിന്റിന്റെ റെഡ്യൂസ്ഡ് ലെവൽ എന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് ഗ്രൗണ്ടിന്റെ ലെവല്, റെഡ്യൂസ് ലെവൽ എത്രത്തോളം ആയിരിക്കണം, അതിന്റെ മുകളിലാവും നമ്മൾ പൈപ്പ് വെക്കുക. അപ്പൊ അതൊക്കെ നോക്കുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് അല്ലെ. എന്നിട്ട് നമ്മൾ കുഴിക്കും, എക്സ്കവേഷൻ, ട്രെഞ്ചസ് കുഴിക്കും. അപ്പൊ ആ കുഴിക്കുന്ന സമയത്തും നമുക്ക് വേണമെങ്കിൽ ടിമ്പറിങ് കൊടുക്കണം. ആ കുഴീന്റെ 2 ഭാഗത്തും പലക വെച്ച് സപ്പോർട്ട് ചെയ്യണം. ആ കുഴിയുടെ ഡെപ്ത് അനുസരിച്ചും അതുപോലെ തന്നെ അവിടുത്തെ സോയിലിന്റെ നേച്ചർ അനുസരിച്ചുമാണ് നമ്മൾ അങ്ങനെ ഒരു പലക വെക്കണോ സപ്പോർട്ട് കൊടുക്കണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുക. ഓക്കെ, അതാണ് എക്സ്കവേഷൻ. എന്നിട്ട് എക്സ്കവേറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ കുഴിയിൽ നമ്മൾ എന്ത് ചെയ്യും? താഴെ ഒരു കോൺക്രീറ്റിന്റെ ബെഡ് ഇടും. ആ കോൺക്രീറ്റിന്റെ മുകളിലാണ് നമ്മുടെ പൈപ്പ് വെക്കുക. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആ ഒരു നമ്മൾ കുഴിച്ച ട്രെഞ്ചിന്റെ, അതായത് ആ കുഴീന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ച ആ ഒരു പൈപ്പിന്റെ ഡയമീറ്ററിലും 40 mm കൂടുതലായിരിക്കണം. അതെന്താണ് ആ 40 mm കണക്ക് എന്ന് ചോദിച്ചാൽ സൈഡ് ക്ലിയറൻസ്, അതായത് ആ ഒരു പൈപ്പിന്റെ 2 ഭാഗത്തും
വെക്കുമ്പോൾ നമ്മൾ ആ പൈപ്പ് പ്ലേസ് ചെയ്യുമ്പോൾ ആ പൈപ്പിന്റെ രണ്ട് ഭാഗത്തും 20 mm വീതം ക്ലിയർ സ്പേസിങ് ഉണ്ടായിരിക്കണം. അപ്പൊ അതായിരിക്കും ആ ട്രെഞ്ചിന്റെ വിഡ്ത്ത് അല്ലെ. അതൊക്കെ നമ്മൾ ഇന്നലെ നോക്കിയതാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തതാണ് കേട്ടോ. ഇന്നലെ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു കോൺക്രീറ്റ് ബെഡ് ഇട്ടു. ആ ബെഡിന്റെ മുകളിൽ പൈപ്പ് ലേ ചെയ്തു അല്ലെ. അതിനുശേഷം പൈപ്പൊക്കെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ആ പൈപ്പ് ടെസ്റ്റ് ചെയ്തു അല്ലെ. ടെസ്റ്റിംഗ് ഓഫ് സീവേഴ്സ്. അപ്പൊ അതിന് രണ്ട് തരത്തിലുള്ള ടെസ്റ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരുന്നു. ഏതൊക്കെയാണ്? ഒന്ന് വാട്ടർ ടെസ്റ്റ്, പിന്നൊന്ന് നമ്മുടെ ബിൽഡിങ്സിലൊക്കെ വരുമ്പോൾ അത് സ്മോക്ക് ടെസ്റ്റ് ആണ്. അപ്പൊ വാട്ടർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ വെള്ളം ഒരു നിശ്ചിത പ്രഷറിൽ കിടത്തിവിടും. ആ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ വെള്ളം ഇത്ര ml ഒന്നും കൂടാൻ പാടില്ല. ഒരു ഡയമീറ്ററിൽ ഒരു പൈപ്പില് ഇത്ര ml കൂടാൻ പാടില്ല. അതൊക്കെ നമ്മൾ ഇന്നലെ നോക്കിയതാണ്. അതുപോലെ തന്നെ സ്മോക്ക് ടെസ്റ്റും. ജോയിന്റിലൂടെ ഒന്നും സ്മോക്ക് പുറത്ത് കിടക്കാൻ പാടില്ല. അങ്ങനെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് നമ്മള് പൈപ്പ് ഓപ്പൺ ചെയ്യുന്നത്, നമ്മുടെ വേസ്റ്റ് വാട്ടർ ഒക്കെ ഒഴുക്കി വിടുന്നത് അല്ലേ. അപ്പൊ അതിനുശേഷം നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് ബാക്ക് ഫില്ലിങ്. നമ്മൾ ട്രെഞ്ച് കുഴിക്കാൻ എടുത്ത സോയിൽ മുഴുവൻ തിരിച്ച് ആ കുഴിയിൽ ഫില്ല് ചെയ്ത് വെക്കാം. അതിനെയാണ് ബാക്ക് ഫില്ലിംഗ് എന്ന് വിളിക്കുക അല്ലെ. ബാക്ക് ഫില്ലിംഗ്, തിരിച്ച് ഫില്ല് ചെയ്യാം. അപ്പൊ അതാണ് ലേയിങ് ഓഫ് സീവേഴ്സ്. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ തുടങ്ങി വെച്ചത് സീവർ അപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് നോക്കിയിട്ടാണ് അല്ലെ. അതായത് നമ്മുടെ ആ പൈപ്പില് പല ഡിവൈസസ് ഉണ്ട്. കുറെ ഇപ്പൊ നമ്മുടെ വാട്ടർ സപ്ലൈയിൽ ഞാൻ പറഞ്ഞു വാൽവുകൾ, കുറെ ടൈപ്സ് ഓഫ് വാൽവ്സ് ഉണ്ട്. പല പർപ്പസിന് നമ്മൾ കൊടുക്കുന്ന വാൽവുകൾ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ സീവറിലും കുറെ അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാൻഹോൾ അല്ലെ, ഇൻസ്പെക്ഷൻ ചേംബേഴ്സ് ആണത്. ആ ഒരു വേസ്റ്റ് വാട്ടർ ആ ഒരു പൈപ്പില് സീവറില് എന്തെങ്കിലും ബ്ലോക്ക് ഒക്കെ വന്നാൽ ഒന്ന് ഇറങ്ങി പരിശോധിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് മാൻഹോൾ അല്ലെ. ഒരു മാനിന് ഇറങ്ങി നോക്കാൻ പറ്റുന്ന ഹോള്, അതാണ് മാൻഹോൾ. ഓക്കെ. അപ്പൊ അങ്ങനത്തെ പല ടൈപ്സ് ഓഫ് സീവർ അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നമുക്ക് നോക്കാം. അപ്പം സീവർ അപ്പാർട്ട്മെന്റ്സ് അതാണ് നമ്മളിപ്പോ ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. സീവർ അപ്പാർട്ട്മെന്റ്സ്. അപ്പൊ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു അല്ലെ. സീവർ അപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത് ഫോർ ദ എഫിഷ്യന്റ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സീവേഴ്സ് ആണ്. സീവറിന്റെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഓപ്പറേഷന് വേണ്ടിയും നമ്മുടെ പീരിയോഡിക് ആയിട്ടുള്ള മെയിൻ്റനൻസിന് വേണ്ടിയൊക്കെയാണ് ഓരോ അപ്പാർട്ട്മെന്റ്സ്, ഈ പറഞ്ഞ അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ആ ഒരു പൈപ്പിൽ നമ്മൾ കൊടുക്കുന്നത്. ഏതൊക്കെയാണ് അപ്പാർട്ട്മെന്റ്സ്? മാൻഹോള്, ഇൻലെറ്റ്സ്, കാച്ച് ബേസിൻ, ഫ്ലഷിംഗ് ടാങ്ക്, റെഗുലേറ്റേഴ്സ്, ഇൻവേർട്ടഡ് സൈഫൺസ്, ക്ലീൻ ഔട്ട്സ്, ഗ്രീസ് ആൻഡ് ഓയിൽ ട്രാപ്സ്. അപ്പൊ ഇതെല്ലാമാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്സ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള സീവർ അപ്പാർട്ട്മെന്റ്സ്. അതെല്ലാം മാൻഹോളിനെ കുറിച്ച് ഞാൻ കുറച്ച് ഇന്നലെ പറഞ്ഞു തന്നിരുന്നു. അപ്പൊ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാണ്ട് ഇപ്പൊ നമുക്ക് കിടക്കാം. മാൻഹോൾ അല്ലെ. മാൻഹോൾ എന്താണെന്നുള്ളത് ഇതൊക്കെ നമ്മൾ ഇന്നലെ വായിച്ചതാണ്. അപ്പൊ മാൻഹോള് രണ്ട് ടൈപ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് ഓർഡിനറി മാൻഹോളും പിന്നൊന്ന് ഡ്രോപ്പ് മാൻഹോൾ. അതിലെ ഓർഡിനറി മാൻഹോൾ നമ്മൾ ഇന്നലെ നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡ്രോപ്പ് മാൻഹോൾ എന്താണ് എന്നുള്ളത്. നമുക്ക് നോക്കാം. അപ്പൊ ഈ ഓർഡിനറി മാൻഹോൾ ഞാൻ ഒന്നുകൂടെ ബ്രഷ് അപ്പ് ചെയ്യാം.
ഓർഡിനറി മാൻഹോളിൽ there are 3 components അല്ലേ? 3 components ആണ് ഓർഡിനറി മാൻഹോളിൽ ഉള്ളത്. ഒന്ന് മാൻഹോൾ കവർ, ആക്സസ് ഷാഫ്റ്റ്, വർക്കിംഗ് ചേംബർ. അപ്പൊ ഒരു കവർ, മാൻഹോൾ ഒരു കവർ ഉണ്ട്. ഈ കവറാണ് നമ്മളിപ്പോ റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് ഈ കവറാണ് കാണാൻ സാധിക്കുക അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് മാൻഹോൾ കവർ. പിന്നെ ഇറങ്ങാനുള്ളൊരു പാസേജ് അല്ലെ, ഷാഫ്റ്റ്, ഒരു നാരോ ആയിട്ടുള്ള ഒരു ഷാഫ്റ്റ്, അതിന് സ്റ്റെപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വർക്കിംഗ് ചേംബർ, ഇവിടെ നിന്ന് പണിയെടുക്കാനുള്ള ഒരു സ്ഥലം, വർക്കിംഗ് ചേംബർ. ഇതാണ് മെയിൻ ആയിട്ടുള്ള 3 പാർട്സ്. പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇത് സർക്കുലർ ആവാം, റെക്ടാങ്കുലർ ആവാം അല്ലെ? പ്ലാൻ വ്യൂ, അതായത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു മാൻഹോള് സർക്കുലർ ആവാം, അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഷേപ്പ് ആവാം. പിന്നെ ആക്സസ് ഷാഫ്റ്റ് പ്രൊവൈഡ്സ് ആൻ ആക്സസ് ടു ദ വർക്കിംഗ് ചേംബർ. അതെ, ഈ ആക്സസ് ഷാഫ്റ്റിലൂടെ ഇറങ്ങിയിട്ടാണ് ആള് വർക്കിംഗ് ചേംബറിൽ എത്തുന്നത്. അതിനു വേണ്ടി നമ്മൾ സ്റ്റെപ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ഷാഫ്റ്റ് is covered with a RCC സ്ലാബ്. ആ സ്ലാബിന്റെ മുകളിൽ ഒരു കവർ ഇടും. ആ കവർ കാസ്റ്റ് അയണിന്റെ കവറാണ്. പിന്നെ ആ കവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനൊന്നും ഇടാൻ പറ്റില്ല. ആ കവറിന് അതിൻ്റെതായ ഒരു വെയിറ്റ്, എത്രത്തോളം വെയിറ്റ് കൊടുക്കണം, അതിന്റെ ലെങ്ത് വിഡ്ത്ത് ഒക്കെ എത്രത്തോളം ആയിരിക്കണം എന്നുള്ളതൊക്കെ ആസ് പെർ IS 1726/1960 പ്രകാരമാണ് ഡിസൈൻ ചെയ്യാം. പിന്നെ ബിൽഡ് ഓൺ എ കോൺക്രീറ്റ് ബെഡ് ഓഫ്, അതായത് നമ്മുടെ മാൻഹോള് ഒരു കോൺക്രീറ്റ് ബെഡ് ഓഫ് എത്ര തിക്നെസ്? 15 to 30 സെന്റിമീറ്റർ തിക്നെസ്സിലാണ് നമ്മുടെ മാൻഹോളിന്റെ ബോട്ടം ഉണ്ടാവുക. പിന്നെ അതിന്റെ മുകളിൽ ഒരു കോൺക്രീറ്റ് ഫ്ലോറും ഉണ്ട് അല്ലെ? സീവർ റെസ്റ്റ് ചെയ്യുന്ന കോൺക്രീറ്റ് ബെഡ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ഫ്ലോർ. അത് സ്ലോപ്പ് ചെയ്യുന്ന ഒരു സ്ലോപ്പില്, സ്ലോപ്പിംഗ് ഡൗൺ ആണ്. സ്ലോപ്പിംഗ് at 1/6. Okay, 6 horizontal to 1 vertical towards the center. അപ്പൊ എന്ത് പറ്റും? ഇതാണ് നമ്മുടെ ചെറിയ സീവർ, ബ്രാഞ്ച് സീവർ. ഇത് മെയിൻ സീവർ ആണ്. അപ്പൊ ബ്രാഞ്ച് സീവറിൽ നിന്ന് മെയിൻ സീവറിലേക്ക് വെള്ളം, വേസ്റ്റ് വാട്ടർ വന്ന് വീഴും. അപ്പൊ അതാണ് സാധാരണഗതിയിൽ ഒരു മാൻഹോൾ, ഓർഡിനറി മാൻഹോളിന്റെ ഫങ്ഷൻ. ഇങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് മെക്കാനിസം. ഇനി അടുത്തത് ഡ്രോപ്പ് മാൻഹോൾ ആണ്. അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഡ്രോപ്പ് മാൻഹോൾ. It is constructed when a branch sewer which is at a higher level is to be joined to main sewer at a lower level. അതായത് നമുക്കൊരു ബ്രാഞ്ച് സീവർ ഉണ്ട്. ആ ബ്രാഞ്ച് സീവർ, ഇപ്പൊ ഇതാണ് നമ്മുടെ ബ്രാഞ്ച് സീവർ. ബ്രാഞ്ച് സീവർ മെയിൻ സീവറിന്റെ കുറച്ച് മുകളിലാണ് അല്ലെ? കുറച്ച് ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് അവര് തമ്മിൽ. അപ്പൊ ഇത് ബ്രാഞ്ച് സീവർ ആണ്. ബ്രാഞ്ച് സീവറിൽ നിന്ന് മെയിൻ സീവറിലേക്ക് വേസ്റ്റ് വീഴണം അല്ലെ? ആ മെയിൻ സീവർ ആണ് പിന്നെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് ഈ വേസ്റ്റ് വാട്ടർ ഒക്കെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ മെയിൻ സീവറിലേക്ക് എത്തിക്കണം. അപ്പൊ ബ്രാഞ്ച് സീവർ കുറച്ച് മുകളിലാണ് നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു കേസിലാണ് ഈ ഡ്രോപ്പ് മാൻഹോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യാം. അതായത് മനസ്സിലായല്ലോ, ബ്രാഞ്ച് സീവർ മുകളിലായിരിക്കും, മെയിൻ സീവർ അടിയിലായിരിക്കും. It is done by providing a vertical drop pipe outside the manhole so that the sewage from an inlet sewer at a higher level is dropped through this pipe to the floor level. അപ്പൊ നേരത്തെ നമ്മൾ കഴിഞ്ഞ ഓർഡിനറി മാൻഹോളിൽ നമ്മൾ കണ്ടു ഏകദേശം ഒരേ ലെവലിൽ തന്നെയാണ് അല്ലെ? ഇപ്പൊ ബ്രാഞ്ച് സീവർ ഇവിടെ ഉണ്ട്. ആ ബ്രാഞ്ച് സീവറിൽ നിന്ന് നേരെ വേസ്റ്റ് വന്ന് മെയിൻ സീവറിലേക്ക് വീഴും. അങ്ങനെയായിരുന്നു. പക്ഷേങ്കിൽ ഡ്രോപ്പ് മാൻഹോൾ എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ ഡ്രോപ്പ് ചെയ്യും അല്ലെ? ഒരു വേസ്റ്റ് മുകളിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്യാം. അതാണ് ഡ്രോപ്പ് മാൻഹോൾ. അപ്പം അവിടെ എന്താ പറ്റുന്നത്? ബ്രാഞ്ച് സീവർ മുകളിലാണല്ലോ. അപ്പൊ ബ്രാഞ്ച് സീവർ മെയിൻ സീവറിനോട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഒരു പൈപ്പ് വെക്കും.
അപ്പൊ ഈ വേസ്റ്റ് വാട്ടർ ഈ പൈപ്പിലൂടെയാണ് മെയിൻ സീവറിലേക്ക് പോകുന്നത്. Otherwise, sewage will splash on the man walking inside the manhole. ഇങ്ങനെ ഒരു പൈപ്പ് വഴി പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സപ്പോസ് ഈ ബ്രാഞ്ച് സീവർ നേരെ ഇങ്ങനെയാണ്, ഈ ബ്രാഞ്ച് സീവർ നേരെ ഇവിടെ വന്ന് വീഴാന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ ഈ മാൻഹോളിൽ ഒരാൾ നിന്ന് പണിയെടുക്കുകയാണെങ്കിൽ ഈ വേസ്റ്റ് വാട്ടർ ആളുടെ മേത്ത് തെറിക്കും അല്ലെ? ഇവിടുന്ന് വന്ന് വീഴുമ്പോൾ നമുക്കറിയാം വേസ്റ്റ് വാട്ടർ തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇടയിൽ ഒരു പൈപ്പ് കൊടുക്കുന്നത്. അപ്പൊ ഈ വേസ്റ്റ് വാട്ടർ ഈ പൈപ്പ് വഴിയാണ് മെയിൻ സീവറിലേക്ക് എത്തുന്നത്. Other constructional details are similar to that of ordinary manhole. ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെയാണ്. അതായത് ഒരു കവർ ഉണ്ട്, ഷാഫ്റ്റ് ഉണ്ട്, പിന്നെ വർക്കിംഗ് ചേംബർ ഉണ്ട്. ഈ ഷാഫ്റ്റിലൂടെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് വർക്കിംഗ് ചേംബറിൽ എത്തുന്നത്. അപ്പൊ അതൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഇത് മാൻഹോള് ഈസ് റെസ്റ്റിംഗ് ഓൺ എന്ത് കോൺക്രീറ്റ് ഫൗണ്ടേഷൻ 15 to 30 centimeters thick ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് ഫൗണ്ടേഷന്റെ മുകളിലാണ്. പിന്നെ ഇവിടെ ഒരു കോൺക്രീറ്റ് ബെഡ് ഉണ്ട്, 1/6 സ്ലോപ്പിംഗ് ആണ്. അതൊക്കെ സെയിം ആണ് രണ്ടും തമ്മിൽ. പക്ഷേങ്കിൽ ആകെയുള്ള വ്യത്യാസം ബ്രാഞ്ച് സീവർ ഈസ് അറ്റ് എ ഹയർ എലിവേഷൻ ദാറ്റ് മെയിൻ സീവർ ആണെങ്കിൽ നമ്മൾ കൊടുക്കുക ഡ്രോപ്പ് മാൻഹോൾ ആണ്. അല്ല രണ്ടും ഒരേ ലെവലിലാണെങ്കിൽ ഓർഡിനറി മാൻഹോൾ ആണ് കൊടുക്കുക. അതിൽ ഡ്രോപ്പ് മാൻഹോൾ ആകുമ്പോൾ ബ്രാഞ്ച് സീവറിൽ നിന്ന് മെയിൻ സീവറിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു പൈപ്പ് കൊടുക്കും. ആ പൈപ്പ് കൊടുക്കാൻ കാരണം കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? ഈ ബ്രാഞ്ച് സീവറിൽ നിന്ന് മെയിൻ സീവറിലേക്ക് വെള്ളം വീഴുന്ന സമയത്ത് ആളുടെ മേത്ത് തെറിക്കും അല്ലെ? ഒരാൾ പണിയെടുക്കുകയാണെങ്കിൽ അയാളുടെ മേത്ത് തെറിക്കാൻ സാധ്യതയുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ നമ്മളൊരു പൈപ്പ് കൊടുക്കും. ഓക്കെ, അതാണ് ഡ്രോപ്പ് മാൻഹോൾ. ഇനി അടുത്തത് ഇൻലെറ്റ് ആണ്. അടുത്ത അപ്പർട്ടനൻസ് എന്ന് പറയുന്നത് ഇൻലെറ്റ് ആണ്. എന്താണ് ഇൻലെറ്റ് എന്ന് നമുക്ക് നോക്കാം. It's an opening through which storm water from roads and footpaths is admitted and conveyed to the sewer. അപ്പൊ നമ്മുടെ മഴവെള്ളം സീവറിലേക്ക് എത്തിക്കുന്ന ഒരു മീഡിയമാണ് എന്ത്? ഇൻലെറ്റ്. അതായത് നമ്മുടെ റോഡിലൊക്കെ നമ്മൾ നടക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഒരു ഗ്രില്ലൊക്കെ വെച്ചിട്ട് ഉള്ള ഒരു കവർ കാണാം. അതിന്റെ ഉള്ളിൽ കൂടെ മഴവെള്ളം വീഴും. ആ മഴവെള്ളം വീണിട്ട് അത് ഡ്രെയിനിലേക്കായിരിക്കും അല്ലെ? സീവറിലേക്ക്, ആ പൈപ്പിലേക്ക്, വേസ്റ്റ് വാട്ടർ ക്യാരി ചെയ്യുന്ന പൈപ്പിലേക്കായിരിക്കും എത്തുക. അപ്പൊ ആ റോട്ടിൽ കൊടുക്കുന്ന ആ ഒരു സംവിധാനം, അതായത് ആ സ്റ്റോം വാട്ടർ വന്ന് വീഴാൻ കൊടുക്കുന്ന ആ ഒരു സ്ട്രക്ചർ, അതിനെയാണ് ഇൻലെറ്റ് എന്ന് പറയുക. സ്റ്റോം വാട്ടർ എന്ന് പറയുന്നതാണ് മഴവെള്ളം കേട്ടോ. അപ്പൊ സ്റ്റോം വാട്ടർ വന്ന് വീഴാൻ കൊടുക്കുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് ഇൻലെറ്റ് എന്ന് പറയാം. അപ്പൊ എവിടെയാണ് ഇൻലെറ്റ് കാണാറ്? റോഡ് സൈഡ്സ് at 30 to 60 meter intervals. അപ്പൊ ഒരു 30 to 60 മീറ്റർ ഇന്റർവെല്ലില് നമുക്ക് ഈ ഒരു ഇൻലെറ്റ് കാണാൻ സാധിക്കും. ആ ഇൻലെറ്റിലൂടെ മഴവെള്ളം വന്ന് വീഴും. എന്നിട്ട് ആ മഴവെള്ളം ടു സ്റ്റോം വാട്ടർ സീവറിലേക്ക് ഒഴുകും. ഓക്കെ, there should be sufficient number of inlets so that the storm water is effectively drained into sewers without causing flooding of roads. അപ്പൊ നമുക്ക് ഒരുപാട് ഇൻലെറ്റ്സ് റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇൻലെറ്റ്സ് കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മഴവെള്ളം റോഡിലൊക്കെ ആയി റോഡ് ഫ്ലഡഡ് ആവും അല്ലെ? വെള്ളപ്പൊക്കം വരും അല്ലെ? അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി ഇൻലെറ്റ്സ് ഒരു 30 to 60 മീറ്ററിൽ നമ്മൾ കൊടുത്തിരിക്കണം. രണ്ട് ടൈപ്പ് ഓഫ് ഇൻലെറ്റ്സ് ഉണ്ട്. ഒന്ന് കർവ് ഇൻലെറ്റ് ഓർ വെർട്ടിക്കൽ ഇൻലെറ്റ്.
വേറൊന്ന് ഗട്ടർ ഇൻലെറ്റ് ഓർ ഹൊറിസോണ്ടൽ ഇൻലെറ്റ്. രണ്ട് ടൈപ്സ് ഓഫ് ഇൻലെറ്റ്സ് ആണ്. അപ്പൊ ഇതില് ആ ഒരു ഗ്രേറ്റിംഗ്, ഇതിനെ ഗ്രേറ്റിംഗ് എന്നാണ് പറയാ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ കമ്പി നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഈ നടക്കുന്ന വഴി ഒരു ചെറിയ ഗ്രിൽസ് ഒക്കെ പോലെ ഈ കമ്പി വെച്ചിട്ട് മഴവെള്ളം അതിന്റെ ഉള്ളിലേക്ക് ഒഴുകുന്നത്. അപ്പൊ ആ വെച്ചിട്ടുള്ള കമ്പി ഇതാ ഇതുപോലെ ഹൊറിസോണ്ടൽ ആണെങ്കിൽ അതിനെ പറയുന്നത് ഗട്ടർ, ഗട്ടർ ഇൻലെറ്റ് ഓർ ഹൊറിസോണ്ടൽ ഇൻലെറ്റ്. നമ്മൾ ഗട്ടറിനെ വിളിക്കാറുള്ളൂ അല്ലെ. ഗട്ടർ ഇൻലെറ്റ് എന്നാണ് അതിന്റെ മുഴുവൻ പേര്, ഗട്ടർ ഇൻലെറ്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഇൻലെറ്റ്. പിന്നെ ഇതുപോലെ വെർട്ടിക്കലി ആയിട്ടാണ് വെച്ച്, ഇപ്പൊ ഇതാണ് റോഡ്, നമ്മുടെ റോഡാണിത്. റോഡിന്റെ ഇവിടെ വെർട്ടിക്കലി ആണ് ഗ്രേറ്റിംഗ് വെച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് കോൾഡ് കർബ് ഇൻലെറ്റ്, കർബ് ഇൻലെറ്റ് ഓർ വെർട്ടിക്കൽ ഇൻലെറ്റ്. അപ്പൊ വെർട്ടിക്കൽ ഇൻലെറ്റില് ഗ്രേറ്റിംഗ് ഇസ് പ്ലേസ്ഡ് വെർട്ടിക്കലി അല്ലെ, വെർട്ടിക്കലി ആണ് ഗ്രേറ്റിംഗ് വെച്ചിട്ടുള്ളത്. ഗട്ടർ ഇൻലെറ്റ് ഓർ ഹൊറിസോണ്ടൽ ഇൻലെറ്റില് ഗ്രേറ്റിംഗ് എങ്ങനെയാണ് വെച്ചത്? ഹൊറിസോണ്ടലി ആണ് വെച്ചിട്ടുള്ളത്. So horizontal inlet intercepts larger quantity of storm water but are required to be provided with grating of smaller openings capable of carrying heavy loads. അപ്പോൾ നമ്മുടെ ഹൊറിസോണ്ടൽ ഇൻലെറ്റിനാണ് കൂടുതൽ വെള്ളം കളയാൻ സാധിക്കുക. പക്ഷേങ്കിൽ നമ്മൾ ഈ ഹൊറിസോണ്ടൽ ഇൻലെറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഓപ്പണിങ്സ് ചെറുതായിരിക്കണം, ചെറിയ ഓപ്പണിംഗ് ആയിരിക്കണം, കൂടുതൽ നമ്പർ ഓഫ് ഓപ്പണിങ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് കൂടുതൽ വെള്ളം ഒഴുക്കാൻ സാധിക്കും. നോ സച്ച് പ്രോബ്ലംസ് ഇൻ കേസ് ഓഫ് വെർട്ടിക്കൽ ഇൻലെറ്റ്. വെർട്ടിക്കൽ ഇൻലെറ്റ്സിൽ പിന്നെ അങ്ങനെ ചെറിയ ഓട്ട ആയിരിക്കണം എന്നൊന്നുമില്ല, എങ്ങനെയാണെങ്കിലും വെള്ളം പൊക്കോളും. ഓക്കെ, അപ്പൊ അതാണ് ഇൻലെറ്റ്സ്, മഴവെള്ളം കളയാനുള്ള മാർഗം. റോട്ടിലൊക്കെ കൊടുക്കുന്ന ഡിവൈസ് ആണ്. ഇനി അടുത്തതാണ് ക്യാച്ച് ബേസിൻ. എന്താണ് ക്യാച്ച് ബേസിൻ? ഇറ്റ് ഈസ് സിമിലർ ടു ഹൊറിസോണ്ടൽ ഇൻലെറ്റ് വിത്ത് an extra provision of a basin to allow settlement of grit, sand and debris. അതായത് നമ്മുടെ ഇൻലെറ്റ്, നമ്മൾ കൊടുത്ത ഹൊറിസോണ്ടൽ ഇൻലെറ്റ് അല്ലേ, അതുപോലെ തന്നെ ഒരു ഡിവൈസ് ആണ് ക്യാച്ച് ബേസിൻ. പക്ഷേങ്കിൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മഴവെള്ളം വീഴുന്ന സമയത്ത് മഴവെള്ളത്തിൽ എന്തൊക്കെ കാണും? ചെറിയ സാൻഡ് പാർട്ടിക്കിൾസും അതുപോലെ ഗ്രിറ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടായിരിക്കും. ഗ്രിറ്റ് എന്ന് പറയുന്നത് ഓർഗാനിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്, ചെറിയ ഓർഗാനിക് പാർട്ടിക്കിൾസ് ആണ് ഗ്രിറ്റ്. എന്നുവെച്ചാൽ ഈ സാൻഡ് പോലെ വെള്ളത്തിൽ കിടക്കും. അപ്പൊ ഈ സാൻഡും അതുപോലെ ഗ്രിറ്റും ഒക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു അഡീഷണൽ ചേംബർ കൊടുക്കും, കുറച്ച് സ്ഥലം അതിന് സെറ്റിൽ ഡൗൺ ചെയ്യാൻ കൊടുക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് ക്യാച്ച് ബേസിൻ എന്ന് പറയാം. അതായത് ക്യാച്ച് ചെയ്യും. എന്താണ് ക്യാച്ച് ചെയ്യുക? സാൻഡ്, ഗ്രിറ്റ് അങ്ങനത്തെ ഡെപ്പോസിറ്റുകളെയൊക്കെ ക്യാച്ച് ചെയ്യുന്ന ബേസിൻ, അതാണ് ക്യാച്ച് ബേസിൻ. ഇറ്റ് ഈസ് സിമിലർ ടു ഹൊറിസോണ്ടൽ ഇൻലെറ്റ് വിത്ത് an extra provision of a basin to allow settlement of grit, sand and debris. അപ്പൊ ഗ്രിറ്റും സാൻഡും ഡെബ്രിസും ഒക്കെ സെറ്റിൽ ഡൗൺ ചെയ്യാൻ കൊടുക്കുന്ന ഒരു എക്സ്ട്രാ പ്രൊവിഷൻ, ഒരു എക്സ്ട്രാ സ്ഥലം ഉണ്ടാവും. അങ്ങനത്തെ ഒരു പ്രൊവിഷനെയാണ് ക്യാച്ച് ബേസിൻ എന്ന് പറയും. It prevents these matters to enter into the sewer. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇവിടെ എല്ലാ സാൻഡും അടിഞ്ഞു കൂടും. അപ്പൊ നമ്മുടെ സീവറിലേക്ക് ഈ സാൻഡ് ഒന്നും പോവില്ല. സീവറിലേക്ക് സാൻഡ് പോയാൽ ആ സീവർ പിന്നെ ബ്ലോക്ക് ആവും അല്ലെ. സാൻഡ് ഒക്കെ വന്ന് ഡെപ്പോസിറ്റഡ് ആയി ആ ഒരു സീവർ ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ബ്ലോക്ക് ആവാതിരിക്കാനാണ് എന്ത് കൊടുക്കുന്നത്? ക്യാച്ച് ബേസിൻസ് കൊടുക്കുന്നത്. It requires periodical cleaning
ഇതിനൊരു ക്ലീനിങ് വേണം അല്ലെ, ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം സാൻഡ് പാർട്ടിക്കിൾസ് വന്ന് അടിഞ്ഞുകൂടി പെട്ടെന്ന് തന്നെ ഈ സ്ഥലം ഫുള്ളാവും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ സാൻഡ് ഒക്കെ ഇവിടുന്ന് എടുത്ത് മാറ്റണം. അപ്പൊ പീരിയോഡിക് ആയിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണ് ക്യാച്ച് ബേസിൻ. നമുക്ക് ഈ ഫിഗർ ഒന്ന് നോക്കാം. 1 എന്ന് പറയുന്ന ഗ്രേറ്റിംഗ്, അതായത് നമ്മുടെ ആ ഒരു കാസ്റ്റ് അയൺ ഒക്കെ വെച്ചിട്ടുള്ള എന്താണ് ഗ്രേറ്റിംഗ്. ഓക്കെ, ഗ്രേറ്റിംഗ് എന്നാണ് അതിന് പറയുക. കുറെ ഓട്ടയൊക്കെ ഉള്ള കണ്ടിട്ടില്ലേ, അത് ഗ്രേറ്റിംഗ്. 2 ബാഫിൽസ്, ഇത് ബാഫിൽസ്. ബാഫിൽ എന്ന് പറഞ്ഞാൽ തടസ്സം, വെള്ളം ഇങ്ങോട്ട് ഒഴുകാതെ എന്താണ് തടസ്സം വെച്ചിരിക്കുകയാണ്, അതിന് ബാഫിൽ എന്ന് പറയും. പിന്നെ ഇവിടുന്ന് ക്യാച്ച് ബേസിനിലൂടെ വെള്ളം വന്ന് ഇവിടെ സെറ്റിൽ ഡൗൺ ആവും. സാൻഡും 5 എന്ന് പറയുന്ന ഗ്രിറ്റ് സാൻഡ്, ഇതൊക്കെ ഗ്രിറ്റ് സാൻഡ് പാർട്ടിക്കിൾസ് ഒക്കെ സെറ്റിൽ ഡൗൺ ആവും. എന്നിട്ട് വെള്ളം ഇതിലൂടെ എങ്ങോട്ട് ഒഴുകും? 3 ടു സീവർ, നമ്മുടെ വേസ്റ്റ് വാട്ടർ ക്യാരിയിങ് പൈപ്പ് ലൈനിലേക്ക് ഒഴുകും, അല്ലെങ്കിൽ സ്റ്റോം വാട്ടർ ക്യാരിയിങ് പൈപ്പ് ലൈനിലേക്ക് ഒഴുകും. പിന്നെ ഒരു ട്രാപ്പ് കാണിച്ചിട്ടുണ്ട്. ട്രാപ്പ്, ഇത് കോൺക്രീറ്റ് ബെഡും. കോൺക്രീറ്റ് ബെഡിലാണ് ക്യാച്ച് ബേസിൻ റെസ്റ്റ് ചെയ്യുന്നത് അല്ലെ, ഫൗണ്ടേഷൻ ആണ് ഇത്, ഫൗണ്ടേഷൻ പാർട്ടാണ് കേട്ടോ. ഈ ട്രാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് ഈ മറ്റേ വാട്ടർ ക്ലോസറ്റ്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ട്രാപ്പ് അല്ലെ, ഇതുപോലൊരു സ്ട്രക്ചർ. അത് വാട്ടർ സീല് വരും. അപ്പൊ എന്താ വെച്ചാൽ ഫൗൾ ഗ്യാസസ് ഒന്നും ഇങ്ങോട്ടേക്ക് വരില്ല. ഫൗൾ ഗ്യാസസ് ഒക്കെ ഈ സീവറിൽ നിന്ന് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് ട്രാപ്പ് കേട്ടോ. അല്ലെങ്കിൽ ഇവിടുന്ന് ഈ സീവറിൽ എന്തെങ്കിലും വേസ്റ്റ് മണമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതുവഴി ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു വാട്ടർ സീല് കൊടുക്കുമ്പോൾ ആ ഗ്യാസ് ഇങ്ങോട്ട് വരില്ല. ഓക്കെ, അപ്പൊ അവിടെ നമുക്കൊരു സ്മെല്ല്, ചീത്ത സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അതിനാണ് ഈ ട്രാപ്പ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ക്യാച്ച് ബേസിൻ. ഇനി അടുത്തത് ഫ്ലഷിംഗ് ടാങ്ക് ആണ്. Flushing tanks are devices which hold and then quickly releases periodically sufficient quantity of water into the sewer so that the deposited solids in the sewer are flushed and washed away. അതായത് നമ്മുടെ സീവറിലേക്ക് പെട്ടെന്ന് കുറച്ച് വെള്ളം ഫ്ലഷ് ചെയ്യും. ഇപ്പൊ നമ്മുടെ ഈ ഫ്ലഷിംഗ് ടാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വാട്ടർ ക്ലോസറ്റ് ഒക്കെ ഇല്ലേ, ക്ലോസറ്റിലൊക്കെയുള്ള അതേ മെക്കാനിസം ആണ്. നമ്മളിപ്പോ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഫ്ലഷ് ചെയ്യും. ഫ്ലഷ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കുറെ വെള്ളം വരും അല്ലെ. അതേ മെക്കാനിസം ആണ് ഇവിടെയും നടക്കുന്നത്. നമ്മുടെ സീവറിൽ എന്തെങ്കിലുമൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ, സീവറിൽ ചിലപ്പോൾ എത്രത്തോളം നമ്മൾ ക്യാച്ച് ബേസിനിലൊക്കെ ശ്രദ്ധിച്ചാലും, ക്യാച്ച് ബേസിനിലൊക്കെ സാൻഡ് പിടിച്ചെടുത്താലും കുറച്ചൊക്കെ സീവറിലേക്ക് ഒഴുകി പോകും. അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ടാങ്ക് ആണ് ഫ്ലഷിംഗ് ടാങ്ക്. നമ്മൾ ഈ ഫ്ലഷിംഗ് ടാങ്കിൽ പെട്ടെന്ന് നമ്മൾ വെള്ളം ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ സീവറിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള സാൻഡ് പാർട്ടിക്കിൾസ് ഒക്കെ അങ്ങ് ഒഴുകിപ്പോവും. ഫ്ലഷ്ഡ് ഔട്ട് ആൻഡ് വാഷ്ഡ് അവേ. ഓക്കെ, അപ്പൊ ഇനി ഒന്ന് വായിച്ചു നോക്കൂ. It's a device which hold and then quickly releases periodically sufficient quantity of water into the sewer so that the deposited solids in the sewer are flushed and washed away. Okay, അപ്പോൾ ആ സീവറിലുള്ള സോളിഡ്സ് ഒക്കെ കഴുകി ക്ലീൻ ആക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ടാങ്ക് ആണ് ഫ്ലഷിംഗ് ടാങ്ക്. ഇറ്റ് പ്രിവെന്റ്സ് ചാൻസസ് ഫോർ ക്ലോഗിംഗ് ദ സീവർ. അപ്പൊ നമ്മുടെ സീവറിൽ എവിടെയും ക്ലോഗ്ഡ് ആവാതിരിക്കാൻ, അതായത് തടഞ്ഞു നിൽക്കാതിരിക്കാൻ, ഓക്കെ, വേസ്റ്റ് പാർട്ടിക്കിൾസ് വന്ന് തടഞ്ഞ് ബ്ലോക്ക് ആവാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഫ്ലഷിംഗ് ടാങ്ക്. It consists of a concrete chamber fitted with a U-tube acting as a siphon and inverted bell with a sniff hole. അപ്പൊ നമുക്ക് ഈ ഫിഗർ ഒന്ന് നോക്കാം.
ഇപ്പൊ ഈ ഫിഗറിൽ പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കോൺക്രീറ്റ് ചേംബർ ഫിറ്റഡ് വിത്ത് എ യു-ട്യൂബ് ആക്ടിങ് ആസ് എ സൈഫൺ. അല്ലെ, ഒരു കോൺക്രീറ്റ് ചേംബറിന്റെ അകത്താണ് ഈ ഒരു ഫ്ലഷിംഗ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് നമുക്ക് എന്തുണ്ട്, ഒരു സൈഫൺ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സൈഫൺ. 4 എന്ന് എഴുതിയത് സൈഫൺ പൈപ്പ്. ഇതാണ് സൈഫൺ പൈപ്പ്. ഈ കാണുന്നതാണ് സൈഫൺ പൈപ്പ്. കണ്ടോ, സൈഫൺ എന്ന് പറയുന്നത് ഒന്നുമില്ല, ഈ ഒരു ഷേപ്പിനെ പറയുന്നതാണ് സൈഫൺ. ഓക്കെ, അപ്പൊ സൈഫൺ പൈപ്പ് ഉണ്ട്. പിന്നെയോ ആൻഡ് ഇൻവേർട്ടഡ് ബെൽ വിത്ത് എ സ്നിഫ് ഹോൾ. ഒരു ബെല്ല് കണ്ടോ, ഒരു ബെൽ ഷേപ്പില്, ഇൻവേർട്ടഡ് ബെൽ ഷേപ്പിലുണ്ട് വിത്ത് എ ഹോൾ, ഒരു സ്നിഫ് ഹോൾ, ഒരു ചെറിയ വളരെ ചെറിയൊരു ഓട്ടയുണ്ട്. താഴെ ഒരു ചെറിയ ഓട്ടയുണ്ട്. ഈ ബെല്ലിന്റെ ഉള്ളിലാണ് നമ്മുടെ സൈഫൺ ഉള്ളത്. ഓക്കെ, ടാങ്ക് receives water from a tap which is regulated as per the design depending on the period between successive flushings. അപ്പൊ ഈ ടാങ്കിന്, ഇതാണ് ടാങ്ക് അല്ലെ, ടാങ്കില് വെള്ളമുണ്ട് കണ്ടോ, വെള്ളം. ഈ വെള്ളം കിട്ടുന്നത് ഒരു പൈപ്പിൽ നിന്നാണ്. ഇതാണ് നമ്മുടെ പൈപ്പ്. ഈ പൈപ്പിൽ നിന്നാണ് ഈ ടാങ്കിലേക്ക് വെള്ളം കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്, നമ്മുടെ ഫ്ലഷിങ്ങിന്റെ ഇന്റർവെൽ അനുസരിച്ചാണ് ഈ ഒരു പൈപ്പിൽ നിന്ന് വെള്ളം വന്ന് നിറയുന്നത്. The discharging leg of the siphon is connected to the siever. അതുപോലെ നമ്മുടെ ഈ സൈഫണിന്റെ ഡിസ്ചാർജിങ് ലെഗ് വന്ന് കണക്ട് ചെയ്യുന്നത് സീവറിലേക്കാണ്. ഇവിടെയാണ് സീവർ വരിക. നമ്മുടെ സീവർ ഇവിടെയാണ് വരിക. An overflow pipe is also fitted. അതുപോലെ ഇവിടെ ഒരു ഓവർഫ്ലോ പൈപ്പും ഉണ്ട്. ഈ 5 എന്ന് എഴുതിയതാണ് ഓവർഫ്ലോ പൈപ്പ്. അപ്പൊ ഒരു ഓവർഫ്ലോ പൈപ്പും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആസ് വാട്ടർ, ഇനി എങ്ങനെയാ നമുക്ക് മെക്കാനിസം നോക്കാം. ആസ് വാട്ടർ റൈസസ് ഇൻ ദ ടാങ്ക്, some air is entrapped in the bell and further rise in water level compresses the air inside. ഇപ്പൊ എന്താ പറ്റുക, ഈ വെള്ളം വന്നിങ്ങനെ നിറയും. ഈ ഫ്ലഷിംഗ് ടാങ്കിലെ വെള്ളം വന്നിങ്ങനെ നിറയും അല്ലെ, ഈ പൈപ്പിലൂടെ വെള്ളം വീണ് ഇതങ്ങ് വന്ന് നിറയും. നിറഞ്ഞ് നമ്മുടെ ഈ ഒരു ഓവർഫ്ലോ പൈപ്പിന്റെ അടുത്ത് എത്തുമ്പോൾ, ഈ നിറയുന്ന സമയത്ത് നമ്മുടെ വെള്ളത്തിൽ എയർ ഉണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ ഈ എയർ ബെല്ലിന്റെ ഉള്ളിൽ എൻട്രാപ്ഡ് ആവും. അതാണ് പറയുന്നത്. ആസ് വാട്ടർ റൈസസ് ഇൻ ദ ടാങ്ക്, വെള്ളം ഇങ്ങനെ റൈസ് ചെയ്ത് പോകുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള എയർ ഈ ബെല്ലിന്റെ അകത്ത് എൻട്രാപ്ഡ് ആവും. എന്നിട്ട് പിന്നെ വരുന്ന വെള്ളം ആൻഡ് ഫർദർ റൈസ് ഇൻ വാട്ടർ ലെവൽ കംപ്രസസ് ദ എയർ ഇൻസൈഡ്. പിന്നെയും വെള്ളം ഇങ്ങനെ റൈസ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ ഉള്ള എയറിനെ, ഇവിടെ ബെല്ല് കുറച്ച് പൊന്തിയിരിക്കുകയാണ് അല്ലേ, ഇപ്പൊ ഇങ്ങനെ എയർ വന്ന് ഈ ബെല്ല് ഒന്ന് പൊന്തിയിരിക്കുകയാണ്, അതങ്ങ് കംപ്രസ്ഡ് ആവും, അതായത് താഴും. ആ താഴുമ്പോൾ എന്ത് പറ്റും, ഈ വെള്ളം മുഴുവൻ ഈ സൈഫണിലൂടെ ഫ്ലഷിംഗ് നമ്മുടെ സീവറിലേക്ക് ഒഴുകും. So designed that when water reaches overflow level, അതായത് ഇതാണ് ഓവർഫ്ലോ ലെവൽ, ഓവർഫ്ലോ പൈപ്പ് അല്ലേ ഇത്. അപ്പൊ ഈ ഒരു ലെവൽ എത്തുമ്പോഴേക്ക് the siphon action starts automatically and water is quickly released into the siever causing flushing. അപ്പൊ ഇവിടെ എത്തുമ്പോഴേക്ക് എന്ത് പറ്റും, നമ്മുടെ സൈഫണിന്റെ ഉള്ളിൽ കൂടെ വെള്ളം അങ്ങ് ഒഴുകി സീവറിലേക്ക് ഫ്ലഷ്ഡ് ആവും. Water level now falls to the level when stiff hole is exposed. അങ്ങനെ നമ്മുടെ ഈ വെള്ളം ഇത്ര ലെവലിൽ നിന്ന വെള്ളം പോയി എന്ത് പറ്റും, ഈ ഹോളിന്റെ അടുത്ത് വരെ എത്തും. ഈ ഹോളിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും, എയർ enters through the sniff hole and stops siphonic action. നമ്മുടെ ഈ ഒരു സ്നിഫ് ഹോളിന്റെ തൊട്ട് താഴെ വരെ വെള്ളം അങ്ങ് പോകും. മുകളിൽ നിന്ന് ഫ്ലഷ് ചെയ്ത് വെള്ളം താഴേക്ക് പോകും. ഈ സ്നിഫ് ഹോളിന്റെ താഴെ പോകുമ്പോൾ സ്നിഫ് ഹോളിലൂടെ എയർ കയറും. അങ്ങനെ എയർ കയറുമ്പോൾ എന്ത് പറ്റും, ഈ ഒരു സൈഫോണിക് ആക്ഷൻ, അതായത് ഈ വന്ന എയർ കയറിയിട്ടുള്ള ഈ ഒരു സൈഫോണിക് ആക്ഷൻ പെട്ടെന്ന് അങ്ങ് നിൽക്കും, സ്റ്റോപ്പ് ആവും. thus flushing ceases. അങ്ങനെ ആ ഫ്ലഷ് സ്റ്റോപ്പ് ആവും. അങ്ങനെ this process is repeated effecting automatic periodical flushing of the siever. അങ്ങനെ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും.
പിന്നെ വീണ്ടും ടാപ്പിൽ ഇങ്ങനെ വെള്ളം വന്ന് നിറയുമ്പോൾ ആ വെള്ളത്തിലുള്ള എയർ ഈ ബെല്ലിൽ കുടുങ്ങും. എന്നിട്ട് അവിടെ വീണ്ടും ഓവർഫ്ലോ ലെവൽ എത്തുമ്പോൾ സൈഫോണിക് ആക്ഷൻ തുടങ്ങും. അപ്പം പെട്ടെന്ന് തന്നെ വെള്ളം വന്ന് ഈ സീവറിലേക്ക് ഫ്ലഷ് ചെയ്യും. എന്നിട്ട് ഈ സ്നിഫ് ഹോളിന്റെ താഴെ വരെ വെള്ളം വീണ്ടും എത്തുമ്പോൾ സ്നിഫ് ഹോളിലൂടെ എയർ കയറി സൈഫോണിക് ആക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ഫ്ലഷിങ് നിൽക്കും. പിന്നെ വീണ്ടും ആ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. Okay, this process is repeated affecting automatic periodic flushing of the sewer. അപ്പോൾ ആരും ഫ്ലഷ് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ സീവറിലൊക്കെ ബ്ലോക്ക് ഒന്നും വരാതെ പോകുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഫ്ലഷിംഗ് ടാങ്ക്. ഇനി അടുത്തത് റെഗുലേറ്റേഴ്സ് ആണ്. എന്താണ് റെഗുലേറ്റർ എന്ന് നോക്കാം. These are stormwater regulators or relief works which divert excess stormwater in the case of combined sewer. അതായത് നമ്മുടെ മഴവെള്ളം റെഗുലേറ്റ് ചെയ്യാനുള്ളതാണ് റെഗുലേറ്റർ. ചിലപ്പോൾ ഒരുപാട് മഴ പെയ്യും അല്ലെ, പെട്ടെന്ന് ഒരു ദിവസം ഒരുപാട് മഴ പെയ്യും. അങ്ങനത്തെ സമയത്ത് ആ മഴവെള്ളം ഡൈവേർട്ട് ചെയ്ത് കൊടുക്കാൻ ഒരു കമ്പൈൻഡ് സീവറിൽ എന്താ പറ്റുക? കമ്പൈൻഡ് സീവർ എന്ന് പറയുന്നത് എന്താണ്? ബോത്ത് വേസ്റ്റ് വാട്ടർ ആൻഡ് സ്റ്റോം വാട്ടർ രണ്ടും ക്യാരി ചെയ്യുന്ന ഒരേ പൈപ്പാണ്. അതാണ് കമ്പൈൻഡ് സീവർ. അപ്പൊ അങ്ങനത്തെ കമ്പൈൻഡ് സീവറിൽ പെട്ടെന്ന് ഒരു ദിവസം വെള്ളം ഒരുപാട് കൂടിയാൽ ആ മഴവെള്ളം ഡൈവേർട്ട് ചെയ്ത് വേറെ റൂട്ടിലൂടെ കൊടുക്കണം. അങ്ങനെ കൊടുക്കാൻ സഹായിക്കുന്ന ഡിവൈസ് ആണ് റെഗുലേറ്റർ. It relieves main sewer from excess storm water. അപ്പോൾ മെയിൻ സീവറിനെ ആ കൂടുതൽ വരുന്ന മഴവെള്ളത്തിൽ നിന്ന് രക്ഷിക്കും. കാരണം ആ മുഴുവൻ മഴവെള്ളവും ഈ ഒരു സീവറിലേക്ക് വന്നു കഴിഞ്ഞാൽ സീവറിന്റെ കപ്പാസിറ്റിയിലും കൂടും അല്ലേ? അപ്പൊ ആ സീവറിന്റെ വർക്കിങ്ങിനെ ബാധിക്കും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ളതാണ് റെഗുലേറ്റർ. So this excess storm water discharged into the nearby stream or into the partially separate sewer. അപ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള സ്റ്റോം വാട്ടർ എങ്ങോട്ടാണ് കൊടുക്കുന്നത്? ഒന്നെങ്കിൽ അടുത്തുള്ള സ്ട്രീമിലേക്ക്, ഏതെങ്കിലും സ്ട്രീംസ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴുക്കി വിടും. അല്ലെങ്കിൽ നമ്മുടെ പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റം അല്ലേ, കുറച്ച് മഴവെള്ളം എക്സ്ട്രാ ലോഡ് കൂടിക്കഴിഞ്ഞാൽ മഴവെള്ളം വേറൊരു സീവറിലൂടെ ഒഴുകാനുള്ള പ്രൊവിഷൻ, അതാണ് പാർഷ്യലി സെപ്പറേറ്റ്. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് ഒഴുക്കി വിടും. അപ്പൊ അത് ചെയ്യുന്ന ജോലി റെഗുലേറ്ററിന്റെ ആണ്. അപ്പൊ ഈ റെഗുലേറ്റേഴ്സ് ആർ ഓഫ് 3 types. 3 ടൈപ്പ് റെഗുലേറ്റർ ഉണ്ട്. ഒന്ന് ഓവർഫ്ലോ വിയർ, ലീപ്പിംഗ് വിയർ, സൈഫൺ സ്പിൽവേ. അങ്ങനെ 3 types ഓഫ് സ്റ്റോം റെഗുലേറ്റേഴ്സ് ഉണ്ട്. ഓവർഫ്ലോ വിയർ എന്ന് പറയുന്ന ഇതാണ് ഓവർഫ്ലോ വിയർ. ഓക്കെ, അതില് ഇത് ഔട്ട്ലെറ്റ്, ഇത് ഹൈ ബാങ്ക് ലീഡിങ് ടു റിലീഫ്, അതായത് ഇതിലൂടെയാണ് എക്സസ് ആയിട്ടുള്ളത് പോവുക. ഇത് എന്നിട്ട് ആ എക്സസ് ഉള്ളത് പോയിട്ട് ഓവർഫ്ലോ പൈപ്പിലൂടെ പുറത്തേക്ക് പോകും. ഇത് ഇൻലെറ്റ് ചേംബർ, ഇതിലൂടെയാണ് മഴവെള്ളം വരുന്നത്. അപ്പൊ പോകുന്ന വഴി എന്ത് ചെയ്യും? എക്സസ് ആയി നിൽക്കുന്നതൊക്കെ ഓവർഫ്ലോ പൈപ്പിലൂടെ ഒഴുകും, ബാക്കി ഔട്ട്ലെറ്റിലൂടെ പുറത്തേക്ക് ഒഴുകും. അതാണ് ഓവർഫ്ലോ വിയർ. ഓക്കെ, ഇവിടെ ഒരു വിയർ പോലെ വെച്ചിട്ടുണ്ടാവും. അപ്പം ആ ഒരു ലെവലിൽ നിന്ന് കൂടിക്കഴിഞ്ഞാൽ ആ വെള്ളം താനെ എന്ത് ചെയ്യും? പുറത്തേക്ക് ഒഴുകും അല്ലെ? ആ പുറത്തേക്ക് ഒഴുകിയ വെള്ളം ഒരു പൈപ്പിലൂടെ, ഒരു ഓവർഫ്ലോ പൈപ്പിലൂടെ പുറത്തു പോകും. ഓക്കെ, ബാക്കി വെള്ളം ഔട്ട്ലെറ്റിലൂടെ ഒഴുകും. പിന്നെ അടുത്തതാണ് ലീപ്പിംഗ് വിയർ. ഇതാണ് ലീപ്പിംഗ് വിയർ. അപ്പൊ ലീപ്പിംഗ് വിയറിൽ എങ്ങനെയാണ്? ഇത് നമ്മുടെ കമ്പൈൻഡ് സീവർ ആണ്. കമ്പൈൻഡ് സീവർ, ഇത് വാട്ടർ കോഴ്സിലേക്ക് ഒഴുകുന്ന പൈപ്പ്. ഇവിടെ എക്സസ് ഫ്ലോ നടക്കുന്നുണ്ട്. അതുപോലെ ഇത് ഇന്റർസെപ്റ്റിംഗ് സീവർ. അപ്പൊ അതായത്
നമ്മുടെ കമ്പൈൻഡ് സീവറിൽ നിന്ന് വെള്ളം രണ്ടായിട്ട് തരംതിരിക്കുകയാണ്. ഒന്ന് എക്സസ് ആയി നിൽക്കുന്ന വെള്ളം വാട്ടർ കോഴ്സിലേക്ക് പോകും. അതായത് വാട്ടർ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീൽഡ് ചാനൽസ്, പാടങ്ങളിലേക്കൊക്കെ ഒഴുക്കി വിടും. ബാക്കി മറ്റേ വേസ്റ്റ് നമ്മുടെ സീവറിലേക്കും ഒഴുകും. അതാണ് ലീപ്പിംഗ് വിയർ. മൂന്നാമത്തേതാണ് സൈഫൺ സ്പിൽവേ. നമ്മുടെ സൈഫൺ മെക്കാനിസം കണ്ടില്ലേ, ഈ ഒരു ഷേപ്പ്, അതിനെയാണ് സൈഫൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സൈഫൺ സ്പിൽവേയിൽ പറയുന്നത് ഇതാണ് ഓവർഫ്ലോ പൈപ്പ്, ഇത് കമ്പൈൻഡ് സീവർ. അപ്പൊ കമ്പൈൻഡ് സീവർ ഉണ്ട്. കമ്പൈൻഡ് സീവറിൽ ഈ മൂന്ന് എഴുതിയതാണ് ത്രോട്ട്, ഇത് ക്രസ്റ്റ്, ഇത് ട്രാപ്പ്, അതുപോലെ ഓവർഫ്ലോ ചാനൽ. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒരു ഓവർഫ്ലോ പൈപ്പിലൂടെ അതായത് ഈ ഒരു സീവറിൽ, കമ്പൈൻഡ് സീവറിൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഈ പൈപ്പിലൂടെ ഒഴുകി നമ്മുടെ സൈഫണിലൂടെ പോയി ഓവർഫ്ലോ ചാനലിലേക്ക് എത്തും. ഓക്കെ, അതാണ് ഈ സൈഫോണിക് ആക്ഷൻ. അപ്പൊ അങ്ങനെയാണ് റെഗുലേറ്റേഴ്സ് എക്സസ് ആയി വരുന്ന സ്റ്റോം വാട്ടറിനെ ഡിസ്ചാർജ് ചെയ്ത് വിടുന്നത്. ഓക്കെ, ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.